ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങളെയും അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും കർഷകരും ഉപഭോക്താക്കളും ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു. ജൈവ കൃഷിയിലേക്ക് വീണ്ടും കർഷകർ തിരിച്ചുവരേണ്ടതും ഇന്ന് അനിവാര്യമാണ്. ഇത് ലക്ഷ്യമാക്കി ജില്ലാ ഭരണകൂടം തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഹരിതോത്സവത്തിലൂടെ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ജില്ലയിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഹരിതോത്സവം അറ്റ് കോഴിക്കോട് പദ്ധതിക്ക് തുടക്കം. അയ്യങ്കാളിയെ മഹത്വവൽക്കരിക്കാൻ മഹാത്മാഗാന്ധിയെ നിന്ദിക്കേണ്ട ആവശ്യമില്ലെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി പി ഭാസ്കരൻ. അസംഘടിത മേഖലയിലെ തകർച്ച കേരളത്തിന്റെ സർവനാശമായിരിക്കുമെന്ന് STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം. വാർത്തകൾ വിശദമായി. പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിനും കാർഷിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഹരിതോത്സവം അറ്റ് കോഴിക്കോട് പദ്ധതിക്ക് തുടക്കമായി. ഈ പദ്ധതിയിൽ 280 ഏക്കറോളം പ്രദേശത്ത് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യും. മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിനും കാർഷിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന ഹരിതോത്സവം പദ്ധതിക്ക് തുടക്കമായി. വേങ്ങേരി കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിൽ നടന്ന പരിപാടി മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം മാമുക്കോയ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാർഷിക പദ്ധതികൾ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രമായില്ല, അവനവന് ആവശ്യമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അവനവന്റെ പറമ്പിൽ തന്നെ കൃഷി ചെയ്യുകയാണ് ഉത്തമമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എല്ലാ കർഷകരും ജൈവ കൃഷിയിലേക്ക് തിരിച്ചുവരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കളക്ടർ CA ലത അധ്യക്ഷയായിരുന്നു. ADM K രാധാകൃഷ്ണൻ, കൌൺസിലർ സദാശിവൻ, PC ഹരിദാസ്, K രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ആരോഗ്യത്തിന് ഹാനികരമായ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുക, വീട്ടുവളപ്പിലും മറ്റും പരമാവധി കൃഷി പ്രോത്സാഹിപ്പിക്കുക, തരിശുഭൂമിയിൽ കൃഷി ചെയ്യുക തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കാർഷിക സംഘടനകളും വ്യക്തികളും ഉൾപ്പെടെ 180-ലധികം പേർ ഇതുവരെ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 280 ഏക്കറോളം പ്രദേശത്ത് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യും. കർഷക സംഘങ്ങളുടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി ഏകോപിപ്പിക്കുന്നത്. അയ്യങ്കാളിയെ മഹത്വൽക്കരിക്കാൻ മഹാത്മാഗാന്ധിയെ നിന്ദിക്കേണ്ട ആവശ്യമില്ലെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 15ാം ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ അയ്യങ്കാളിയുടെ 152ാമത് ജന്മദിനാഘോഷ പരിപാടികൾ കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടപ്പുറം രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് ആചരിച്ചു. മഹാത്മാ അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ദളിത് വിമോചകൻ മഹാത്മാ അയ്യങ്കാളിയെയും ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെയും മഹത്വവൽക്കരിക്കാൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ നിന്ദിക്കേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ദളിത് വിമോചകൻ അയ്യങ്കാളിയെയും ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെയും മഹത്വവൽക്കരിക്കപ്പെടുന്നതിനു വേണ്ടി ലോകം ആരാധിക്കുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ നിന്ദിക്കേണ്ട ആവശ്യമില്ല. അസംഘടിതരും അടിമകളുമായി കഴിഞ്ഞിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് വിഭാഗങ്ങളിൽ സംഘടനാബോധം വളർത്തിയും അവകാശ പോരാട്ടങ്ങൾ നടത്തിയും മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും എഴുതുകയും പ്രചരണം നടത്തുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് PT ജനാർദ്ദനൻ അധ്യക്ഷം വഹിച്ചു. KV സുബ്രഹ്മണ്യൻ, വേലായുധൻ വെട്ടാത്ത്, AT ദാസൻ, K ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
UDF സർക്കാർ ഓണാഘോഷവേളയിലും ജീവനക്കാരോട് നീതി പുലർത്തിയിട്ടില്ലെന്ന് NGO സംഘ് സംസ്ഥാന സെക്രട്ടറി SK ജയകുമാർ. കേരള NGO സംഘ് 36ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള NGO സംഘ് 36ാം ജില്ലാ സമ്മേളനം 2 ദിവസമായി കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് നടന്നുവരുന്നത്. പ്രതിനിധി സമ്മേളനം NGO സംഘ് സംസ്ഥാന സെക്രട്ടറി SK ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ ഓണാഘോഷവേളയിലും ജീവനക്കാരുടെ നീതി പുലർത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വിലക്കയറ്റത്തിലും ഓണം ആഘോഷിക്കാൻ നൽകിയ ആനുകൂല്യങ്ങൾ അപര്യാപ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി കഴിഞ്ഞ 36 വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള NGO സംഘ്. ജില്ലാ വൈസ് പ്രസിഡന്റ് N ബിജു അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി T ദേവാനന്ദൻ, K ദിനേശൻ, BMS ജില്ലാ സെക്രട്ടറി OK ധർമ്മരാജൻ, T ദേവദാസ്, KT ബിപിൻ, P അനിൽകുമാർ, രവീന്ദ്രൻ കറുത്തേടത്ത്, C അരവിന്ദൻ, PK അനുജിത്ത്, K ബാലാമണി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ബുദ്ധിപരമായി ഭിന്നശേഷിയുള്ളവരുടെ പുനരധിവാസം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന അഭയം ചേമഞ്ചേരിയുടെ റെസിഡൻഷ്യൽ കെയർ ഹോം സെപ്റ്റംബർ 1-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ഇതോടൊപ്പം പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനവും വിവിധ പദ്ധതി സെന്ററുകളുടെ ശിലാസ്ഥാപന കർമ്മവും നടക്കും. കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിക്കുന്ന അഭയം ചേമഞ്ചേരി തീവ്ര വൈകല്യബാധിതരുടെ ആജീവനാന്ത പരിരക്ഷയാണ് ലക്ഷ്യമിടുന്നത്. അഭയം മെന്റൽ ഹെൽത്ത് കോംപ്ലക്സിലാണ് ഹോം കെയർ പ്രവർത്തനം ആരംഭിക്കുന്നത്. തീവ്ര വൈകല്യം പിടിപെട്ടവർക്ക് ആജീവനാന്ത പരിരക്ഷയാണ് ഹോം കെയർ ലക്ഷ്യമിടുന്നതെന്ന് ജനറൽ സെക്രട്ടറി MC മുഹമ്മദ് കോയ പറഞ്ഞു. ഹോം കെയറിന് പുറമെ ഓട്ടിസം സെന്റർ, ശിശു പരിശോധനാ കേന്ദ്രം, മൾട്ടി മോഡേൺ ലാബ്, വിവിധ തെറാപ്പി സെന്ററുകൾ എന്നിവയും ആരംഭിക്കും. റെസിഡൻഷ്യൽ കെയർ ഹോം സെപ്റ്റംബർ 1-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. പാലിയേറ്റീവ് കെയർ സെന്റർ പഞ്ചായത്ത് സാമൂഹ്യനീതി മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്യും. ഓട്ടിസം സെന്ററിന്റെയും ശിശു പരിശോധനാ കേന്ദ്രത്തിന്റെയും ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെയും ഡേ കെയർ സെന്ററിന്റെയും ശിലാസ്ഥാപനങ്ങൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP അഹമ്മദ്, ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്, ഷാഹുൽ ഹമീദ് പാണക്കാട് തുടങ്ങിയവർ നിർവഹിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. അസംഘടിത തൊഴിൽ മേഖല സംരക്ഷിക്കണമെന്നും ക്ഷേമ ബോർഡുകൾ തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം ഉദ്ഘാടനം ചെയ്തു. അസംഘടിത തൊഴിൽ മേഖലയെ സംരക്ഷിക്കുക, ക്ഷേമ ബോർഡുകൾ തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 75 ലക്ഷത്തോളം സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണിത്. അസംഘടിത തൊഴിൽ മേഖലയുടെ തകർച്ച കേരളത്തിന്റെ സർവനാശമായിരിക്കും. ഈ രംഗത്തെ സംരക്ഷിക്കാൻ കേരള മുഖ്യമന്ത്രിയും ഭരണകർത്താക്കളും മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. 75 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾക്ക് അവർ ഈ രാജ്യത്ത് സമരം ചെയ്ത് രൂപം കൊടുത്ത ക്ഷേമനിധി ബോർഡുകൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഭരണകൂടം, ഇവിടുത്തെ തൊഴിൽ വകുപ്പ് യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നില്ല. മൂസക്കോയ, KM കോയ, TPM തങ്ങൾ, KKM അബൂബക്കർ, RK മൊയ്തീൻ കോയ, അലി ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വള്ളംകളിയുടെ താളമില്ലാതെ എന്തോണം, പുലികളിയുടെ ചുവടുകളില്ലാതെ എന്തോണം, കൈകൊട്ടിക്കളിയുടെ ഈണമില്ലാതെ എന്തോണം, പൂക്കളുടെ നിറങ്ങളില്ലാതെ എന്തോണം, കല്യാൺ സിൽക്സ് ഒരുക്കുന്ന വർണ്ണങ്ങളില്ലാതെ എന്തോണം. കല്യാൺ സിൽക്സ്. ഒത്തൊരുമിക്കാൻ, ഓണമൊരുക്കാൻ കല്യാൺ സിൽക്സിനൊപ്പം. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ,
ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം ചൂരൽ സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. സമസ്ത പൊതുപരീക്ഷയിൽ സംസ്ഥാനത്ത് +2 റാങ്ക് നേടിയ പയ്യാനക്കൽ ചക്കുംകടവ് ഖുവത്തുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകി. ചക്കുംകടവിൽ നടന്ന ചടങ്ങിൽ പണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചക്കുംകടവ് ഖുവത്തുൽ ഇസ്ലാം മദ്രസ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടത്തിയ പൊതുപരീക്ഷയിൽ +2 സംസ്ഥാനത്ത് 1ാം റാങ്ക് നേടിയ ജുവരിയ NV, 3ാം റാങ്ക് നേടിയ NV നിമിഷ, N ഫജാസ് എന്നിവർക്ക് അവാർഡ് നൽകി ആദരിച്ചു. ചക്കുംകടവിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവാർഡ് വിതരണവും ഉപഹാര സമർപ്പണവും നടത്തി. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. M ആലി അധ്യക്ഷം വഹിച്ചു. PK കോയ, K അബ്ദുൾ അസീസ്, അബ്ദുൽ ലത്തീഫ് ഫൈസി, സദർ മുഅല്ലിം, ഷെരീഫ്, TK മുഹമ്മദ് കോയ, തൊഹ്യമാനി, KT മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. ടെൻഡർ വ്യവസ്ഥകൾ ലംഘിച്ച് മണൽ വില വർദ്ധിപ്പിച്ചെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബേപ്പൂർ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ എബ്രഹാം വി കുര്യാക്കോസിനെ ഉപരോധിച്ചു. 350 രൂപയ്ക്ക് മുകളിലാണ് ടണ്ണിന് മേൽ വർധന. വർദ്ധിച്ച വില 31 വരെ ഈടാക്കേണ്ടെന്ന തുറമുഖ ഡയറക്ടറുടെ നിർദ്ദേശം പോർട്ട് ഓഫീസർ അറിയിച്ചതോടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചത്. സഹകരണ സംഘങ്ങൾ മുഖേന തുറമുഖ വകുപ്പ് വിതരണം ചെയ്യുന്ന മണൽ വില കുത്തനെ വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു. വിതരണം ടെൻഡർ എടുത്ത സൊസൈറ്റികൾ പ്രവർത്തിക്കുന്ന പെരവന്മാട് കടവിലേക്ക് മാർച്ച് നടത്തിയ ശേഷമാണ് സംഘടിച്ചെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോർട്ട് ഓഫീസറെ ഘെരാവോ ചെയ്തത്. വിലവർധന പിൻവലിക്കും വരെ ഉപരോധം തുടരുമെന്ന് അറിയിച്ചതോടെ പോർട്ട് ഓഫീസർ എബ്രഹാം വി കുര്യാക്കോസ് തുറമുഖ ഡയറക്ടറുമായി ഫോണിൽ ബന്ധപ്പെട്ടു. വർദ്ധിപ്പിച്ച വില 31 വരെ ഈടാക്കേണ്ടെന്ന ഡയറക്ടറുടെ നിർദ്ദേശം അറിയിച്ചപ്പോഴാണ് ഉപരോധക്കാർ പിരിഞ്ഞത്. ടണ്ണിന് 846 രൂപ ഈടാക്കിയിരുന്ന മണലിന് ഈ മാസം 25 മുതൽ 1233 രൂപയാക്കിയായിരുന്നു വർദ്ധിപ്പിച്ചത്. ഇതുപ്രകാരം 3 ടൺ ലോഡ് മണലെടുക്കുന്നവർക്ക് 1161 രൂപ അധികം നൽകേണ്ടി വന്നു. ഓൺലൈൻ പ്രകാരം മുൻകൂട്ടി ബുക്ക് ചെയ്തവരിൽ നിന്നും പുതുക്കിയ വില ഈടാക്കിയായിരുന്നു കടവിൽ നിന്നും മണൽ നൽകിയത്. ടെൻഡർ വ്യവസ്ഥകൾ ലംഘിച്ചാണ് മണൽ വില വർദ്ധിപ്പിച്ചതെന്ന് ആരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഉപരോധ സമരത്തിന് ബ്ലോക്ക് പ്രസിഡന്റ് C അനീഷ് കുമാർ, K ഷെഫീഖ്, PR സുമൻ, P രഞ്ജിത് കുമാർ, MK ഹെഗൽ എന്നിവർ നേതൃത്വം നൽകി. രാവിലെ പാതാർ മാർച്ച് ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം M ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. P രഞ്ജിത് കുമാർ, ബ്ലോക്ക് സെക്രട്ടറി C ഷിജു, K ഷെഫീഖ്, PR സുമൻ എന്നിവർ സംസാരിച്ചു. മെഡിടിപ്പ് 2014 മിംസ് റിസർച്ച് ഫൗണ്ടേഷൻ ആതിഥ്യമരുളും. ഓഗസ്റ്റ് 29-30 തീയതികളിൽ നടക്കുന്ന കോൺഫറൻസ് പത്മഭൂഷൺ ഡോക്ടർ T രാമസ്വാമി ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ ഉപകരണ നിർമ്മാണ രംഗത്ത് പുരോഗതി കൈവരിക്കുന്നതിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് മെഡിടിപ്പ് കോൺഫറൻസ് എന്ന് മിംസ് റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ KK വർമ്മ പറഞ്ഞു.
ആതുര സേവന മേഖലയുടെ അവിഭാജ്യ ഘടകമായ മെഡിക്കൽ ഉപകരണങ്ങളുടെ നിർമ്മാണ രംഗത്ത് ഭാരതം അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും ഡോക്ടർമാരെയും ബിസിനസ് സംരംഭകരെയും ഉപകരണ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് മെഡിടിപ്പ് 2014 കോഴിക്കോട് ഗേറ്റ് വേ ഹോട്ടലിൽ നടക്കും. മെഡിക്കൽ ഡിവൈസ് ഇന്നൊവേഷൻ ട്രാൻസ്ലേറ്റിംഗ് ഐഡിയാസ് ടു പ്രാക്ടീസ് എന്നതാണ് കോൺഫറൻസിന്റെ ആശയം. ബയോകെമിസ്ട്രി, മോളിക്കുലർ ബയോളജി, അങ്ങനെ പല കാര്യങ്ങളിലും ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പല ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ഇപ്പൊ ലേറ്റസ്റ്റ് എന്താ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഇവരൊക്കെ പ്രോജക്ട്സ് ഈ റിസർച്ച് ഫൗണ്ടേഷനിൽ ചെയ്യുന്നുണ്ട്. മിംസ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ വിഭാഗമായ മിംസ് റിസർച്ച് ഫൗണ്ടേഷനും പ്രമുഖ മെഡിക്കൽ ടെക്നോളജി ഡെവലപ്പിംഗ് ആൻഡ് കൺസൾട്ടിംഗ് സ്ഥാപനമായ ഇൻവെസ്റ്റും സംയുക്തമായി സഹകരിച്ചുകൊണ്ടാണ് മെഡിടിപ്പ് 2014 സംഘടിപ്പിക്കുന്നതെന്ന് മിംസ് MD അബ്ദുള്ള ചെറിയക്കാട്ടും പ്രൊഫസർ ഡോക്ടർ K വർമ്മയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൊഴിലാളികൾക്ക് ഓണത്തിന് മുൻപ് ശമ്പള കുടിശ്ശിക നൽകുക, കുറഞ്ഞ വേതനം പുതുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് വാണിജ്യ വ്യവസായ മസ്ദൂർ സംഘം മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുതലക്കുളം പരിസരത്ത് നടന്ന സമരം ഫെഡറേഷൻ പ്രസിഡന്റ് P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് വാണിജ്യ വ്യവസായ മസ്ദൂർ സംഘം മുതലക്കുളം പരിസരത്ത് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ബാർ ഹോട്ടൽ തൊഴിലാളികൾക്ക് ഓണത്തിന് മുൻപ് ശമ്പള കുടിശ്ശിക നൽകുക, തൊഴിലാളികളുടെ ജോലി സുരക്ഷ ഉറപ്പുവരുത്തുക, ഷോപ്പ് തൊഴിലാളികളുടെ ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തുക, കുറഞ്ഞ വേതനം പുതുക്കി നൽകുക, മലബാർ പാലസിലെ തൊഴിലാളികളോട് മാനേജ്മെന്റ് കാണിക്കുന്ന പീഡനം അവസാനിപ്പിക്കുക, തൊഴിൽ വകുപ്പിന്റെ സ്ഥാപന പരിശോധന കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും. വാണിജ്യ വ്യവസായ മസ്ദൂർ ഫെഡറേഷൻ പ്രസിഡന്റ് P ശശിധരൻ സമരം ഉദ്ഘാടനം ചെയ്തു. മറ്റ് വാണിജ്യപരമായ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവര്, ബാർ ഹോട്ടലിൽ പണിയെടുക്കുന്നവര്, ഇങ്ങനെ ഏകദേശം 25 ലക്ഷം തൊഴിലാളികൾ ഇന്ന് ഈ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലെടുത്ത് ഉപജീവനം കഴിച്ചു വരുന്നു. തികഞ്ഞ അവഗണനയാണ് ഈ വിഭാഗം തൊഴിലാളികളോട് സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. BMS ജില്ലാ പ്രസിഡന്റ് E ദിവാകരൻ, ജില്ലാ സെക്രട്ടറി OK ധർമ്മരാജ്, അഡ്വക്കേറ്റ് VP വേണു, K ശ്രീകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സമൂഹ വിവാഹ സംഘാടക സമിതി നടത്തുന്ന മാംഗല്യം 2014 സമൂഹ വിവാഹം ഓഗസ്റ്റ് 31 നടക്കും. കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ നടി ശ്വേതാ മേനോനും MLA K ദാസനും ചേർന്ന് ഭദ്രദീപം കൊളുത്തുന്നതോടെ വിവാഹ ചടങ്ങുകൾക്ക് തുടക്കമാകും. ചടങ്ങിൽ കലാ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. സമൂഹ വിവാഹ സംഘാടക സമിതി നടത്തുന്ന രണ്ടാമത് സമൂഹ വിവാഹമാണ് ഓഗസ്റ്റ് 31 നടക്കുന്നത്. കൊയിലാണ്ടി MLA K ദാസനും ചലച്ചിത്ര താരം ശ്വേതാ മേനോനും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർപേഴ്സൺ ശാന്ത ടീച്ചർ അധ്യക്ഷയാകും. കഴിഞ്ഞ വർഷം 5 യുവതികളാണ് സുമംഗലികളായത്. ഇത്തവണ 10 പേർക്കാണ് സംഘടനയിലൂടെ മംഗല്യ സൗഭാഗ്യം ലഭിക്കുന്നത്. വധൂവരന്മാർക്കുള്ള 5 പവൻ സ്വർണവും വിവാഹ വസ്ത്രങ്ങളും സംഘാടക സമിതി സൗജന്യമായി നൽകും. കൊയിലാണ്ടി സ്പോർട്സ് കൌൺസിൽ സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ മതപണ്ഡിതന്മാരുടെ കാർമ്മികത്വത്തിൽ വിവാഹ ചടങ്ങുകൾ നടക്കുമെന്ന് വൈസ് ചെയർമാൻ ഷവലിയർ ചാക്കുണ്ണി, നവാസ് പൂനൂർ തുടങ്ങിയവർ പറഞ്ഞു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വാർത്തകൾ തുടരുന്നു. പാശ്ചാത്യ പൗരസ്ത്യ സാംസ്കാരിക വ്യവസ്ഥകളെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന P വത്സലയുടെ നോവൽ ഗായത്രി ഭാഷയിലെ ക്ലാസിക്കായി എക്കാലവും നിലനിൽക്കുമെന്ന് സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച P വത്സലയുടെ പുതിയ നോവലിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി P വത്സലയുടെ ഏറ്റവും പുതിയ നോവൽ ഗായത്രി പ്രസിദ്ധീകരിച്ചു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് പ്രാസാദകർ. കോഴിക്കോട് അളകാപുരിയിൽ വെച്ച് കൃതിയുടെ ആദ്യ പ്രതി പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ UK കുമാരൻ നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു.
പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ സംസ്കാരം എത്രമാത്രം സവിശേഷമായി വേറിട്ടു നിൽക്കുന്നുവെന്ന് സൂക്ഷ്മാർത്ഥത്തിൽ അപഗ്രഥിക്കുകയാണ് പി വത്സലയുടെ ഗായത്രി എന്ന നോവലെന്ന് സി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പ്രസാധകന്മാരും ഒക്കെയായ നമ്മൾ അവരുടെ ആ ഇല്ലായ്മ പരിഹരിക്കാൻ വേണ്ടി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പബ്ലിക്കേഷൻ കമ്മിറ്റി ചെയർമാൻ ബി ശശികുമാർ അധ്യക്ഷം വഹിച്ചു. കെ എസ് വെങ്കിടാചലം പുസ്തക പരിചയം നടത്തി. യു കെ കുമാരൻ, എ വിജയൻ, ടി പി മമ്മു, കെ ശശിധരൻ, പുതുക്കുടി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ ജില്ലാ സമ്മേളനം വടകര ടൗൺ ഹാളിൽ നടന്നു. AAWK സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി കെ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കോഴിക്കോട് ജില്ലാ സമ്മേളനം വടകര ടൗൺ ഹാളിൽ നടന്നു. AAWK സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി MK വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുഴുവൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുകൊണ്ട് സംഭവിക്കുന്ന ആളുകളുടെ ദുരിതം എന്താണ്, ഈ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് പൂഴ്ത്തിവെച്ചാൽ എന്തുണ്ടാവും, അത് പൊതുമേഖലയിൽ തന്നില്ലെങ്കിൽ എന്തുണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അതിനുവേണ്ടിയാണ് കാസർഗോഡ് നിന്നൊരു ജാഥ മലപ്പുറത്ത് അവസാനിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ടി പി ബാലൻ അധ്യക്ഷനായിരുന്നു. CK നാണു MLA, സംഘടനാ ജോയിന്റ് സെക്രട്ടറി KA ജോസഫ്, ജില്ലാ പ്രസിഡന്റ് TN കൃഷ്ണൻ, K അരുൺദാസ്, K ഗോപി, KK ചന്ദ്രൻ, സുരേഷ് ബാബു, പ്രദീപൻ, TN കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മറഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന മധുരഗാനങ്ങളുമായി മുകേഷ് മൽഹാർ ടാഗോർ ഹാളിൽ സംഗീത സാന്ദ്രമായ സായാഹ്നമൊരുക്കി. മുകേഷിന്റെ അവിസ്മരണീയമായ ഗാനങ്ങൾ നയൻ ജേഷായും എലിസബത്ത് രാജുവും അവതരിപ്പിച്ചു. സംഗീത വിരുന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. മധുമതിയിലെയും യാഹൂദിലെയും മേരാനം ജോക്കറിലെയും ഗാനങ്ങൾ ആസ്വാദകർക്ക് മുന്നിൽ പെയ്തിറങ്ങി. മുകേഷ് അനശ്വരമാക്കിയ ഗാനങ്ങൾ കോർത്തിണക്കി മുകേഷ് മൽഹാറാണ് നഗര സായാഹ്നം സംഗീത സാന്ദ്രമാക്കിയത്. ടാഗോർ ഹാളിൽ ഗായകൻ നയൻ ജേഷായും പിന്നണി ഗായിക എലിസബത്ത് രാജുവും ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചത്. 1970 പുറത്തിറങ്ങിയ മേരാനാം ജോക്കർ എന്ന സിനിമയിലെ ജാനേ കഹാൻ കയെ വദൻ എന്ന് തുടങ്ങുന്ന ഗാനം നയൻ ജേഷ ആലപിച്ചതോടെയാണ് മുകേഷ് മൽഹാറിന് തുടക്കമായത്. മാത്തോട്ടം സ്ക്വാഷിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. ഇതോടനുബന്ധിച്ച് സ്ക്വാഷ് ബുള്ളറ്റിൻ പ്രകാശനവും നടന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ R ജയൻകുമാറിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. സ്ക്വാഷ് പ്രസിഡന്റ് KK മുഹമ്മദ് ഇക്ബാൽ നയൻ ജേഷായെ ആദരിച്ചു. സ്ക്വാഷ് ജനറൽ സെക്രട്ടറി AV റഷീദ് അലി അധ്യക്ഷനായി. CDA ചെയർമാൻ NC അബൂബക്കർ പങ്കെടുത്തു. KM സിറാജ് സ്വാഗതവും K അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഡിപ്പാർട്ട്മെന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപകർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിൽ ഓഗസ്റ്റ് 30 കൂട്ടധർണ നടത്തും. ധർണ KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്യും. ഹയർ സെക്കൻഡറി അധ്യാപകർക്കും പ്രിൻസിപ്പാൾമാർക്കും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ നടത്തുന്നത്. കേരള വാട്ടർ അതോറിറ്റി ലൈസൻസ്ഡ് പ്ലംബേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 30 ശാസ്താപുരി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10 മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് NA റസാഖ് ഉദ്ഘാടനം ചെയ്യും. ഈ മേഖലയിലെ തൊഴിൽ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് സമ്മേളനം പ്രാമുഖ്യം നൽകും. അപ്പോളോ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ സീനിയർ പീഡിയാട്രിക് യൂറോളജിസ്റ്റ് ആൻഡ് റോബോട്ടിക് സർജൻ ഡോക്ടർ V ശ്രീപതി കുട്ടികളിലെ റോബോട്ടിക് ശസ്ത്രക്രിയയെക്കുറിച്ച് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വിശദീകരിച്ചു. ചർമ്മത്തിലെ ചെറിയ തുറക്കലുകളിലൂടെ രക്തരഹിതവും വേദനാരഹിതവുമായ ശസ്ത്രക്രിയ നടത്താൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക മുന്നേറ്റമാണ് റോബോട്ടിക് ശസ്ത്രക്രിയയെന്ന് ഡോക്ടർ ശ്രീപതി പറഞ്ഞു. കൊമ്മടത്ത് കുടുംബ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബത്തിന്റെ ചരിത്രം സംബന്ധിച്ച സ്വർണ്ണ പ്രശ്നം കൊമ്മടത്ത് സുരേഷ് ചന്ദ്രന്റെ വീട്ടുവളപ്പിൽ വെച്ച് നടന്നു. ദൈവജ്ഞന്മാരായി അരിക്കുളങ്ങര സുരേഷ് പന്നിയൂർ, ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, വിനോദ് പന്നിയൂർ താമരശ്ശേരി എന്നിവർ പ്രശ്നത്തിന് നേതൃത്വം നൽകി. തറവാട്ട് ട്രസ്റ്റ് ഭാരവാഹികളായ ബാലരാമൻ, ബാബുരാജ് എന്നിവർ സംബന്ധിച്ചു.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഹരിതോത്സവം അറ്റ് കോഴിക്കോട് പദ്ധതിക്ക് തുടക്കം. അയ്യങ്കാളിയെ മഹത്വൽക്കരിക്കാൻ മഹാത്മാഗാന്ധിയെ നിന്ദിക്കേണ്ട ആവശ്യമില്ലെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ. അസംഘടിത മേഖലയിലെ തകർച്ച കേരളത്തിന്റെ സർവനാശമായിരിക്കുമെന്ന് STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.